സന്തോഷത്തോടെ സുലൈമാന്റെ ചേംബറിന് മുന്നിലെത്തിയ അലക്സാന്ദ്ര ഡോറിന് വെളിയിൽ ഗുൽഷയെ കണ്ട് ദേഷ്യപ്പെട്ട് തിരിച്ചു പോന്നു. സുംബുൽ ഗുൽഷയെ രൂക്ഷമായി നോക്കിയിട്ട് അലക്സാന്ദ്രയുടെ പിറകെ പോയി. പതിയെ നടക്ക്, നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും, അവളുടെ നടപ്പ് കണ്ട് സുംബുൽ പറയുന്നു. സുലൈമാന്റെ ചേംബറിലേക്ക് കയറി ചെന്ന് കൈമുത്തുന്ന മാഹിദേവരാനെ അയാൾ മനസ്സില്ലാ മനസ്സോടെ സ്വീകരിക്കുന്നു. തിരികെ കിടക്കുന്ന സ്ഥലത്തേക്കെത്തുന്ന അലക്സാന്ദ്രയോട് എല്ലാവരും വന്ന് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു. ഒന്നും മിണ്ടാതിരിക്കുന്ന അവളെ കുറച്ച് പെണ്ണുങ്ങൾ കളിയാക്കുന്നു. സുൽത്താൻ അവളെ ഓടിച്ചു കാണും. അവർ ചിരിക്കുന്നു. അവൾ തൻ്റെ പില്ലോ എടുത്ത് ദേഷ്യത്തിൽ അവർക്ക് നേരെ എറിയുന്നു. അവരും തിരിച്ചെറിയുന്നു. അവിടെ മൊത്തം പഞ്ഞിയാവുന്നു. നിഗാർ കാഫ വന്ന് എല്ലാവരെയും വഴക്ക് പറഞ്ഞ് കിടക്കാൻ പറഞ്ഞിട്ട് പോകുന്നു. മാഹിദേവരാൻ സുൽത്താൻ സുലൈമാനോട് പറയുന്നു, മുസ്തഫയ്ക്ക് അങ്ങയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ബാബ ഈ ലോകം ഭരിക്കുന്ന ബാദുഷയാണ്, തിരക്കാണ് എന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. അയാൾ അത് കേട്ടിട്ടും ഒന്നും മിണ്ടാതെ വിഷമിച്ചിരിക്കുന്നു. എന്നിട്ട് അവളുടെ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്തിട്ട് എഴുന്നേൽക്കുന്നു. അയാൾ ഒട്ടും സന്തോഷവാനല്ലെന്ന് അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. സുലൈമാൻ ഉണ്ടാക്കിയ മനോഹരമായ പച്ച മരതകമോതിരം അവിടെ ഇരിക്കുന്നത് മാഹിദേവരാൻ ശ്രദ്ധിക്കുന്നു. അവൾ സന്തോഷത്തോടെ അതെടുത്ത് നോക്കുന്നു. സുലൈമാൻ അത് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് പറയുന്നു, ഇതുവരെ ഫിനിഷ് ചെയ്തിട്ടില്ല, കുറച്ചുകൂടി തീർക്കാനുണ്ട്. ഇത് തീർന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൾ തൻ്റെ വിരൽ അയാൾക്കു നേരെ നീട്ടുന്നു. അപ്പോഴും കുറച്ചുകൂടി തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് അയാൾ അത് അവിടെ വയ്ക്കുന്നു. നീ നിൻ്റെ ചേംബറിലേക്ക് പൊക്കോ, മുസ്തഫ ഒറ്റയ്ക്കല്ലേ എന്ന് പറഞ്ഞ് അവളെ അവിടുന്ന് പറഞ്ഞു വിടുന്നു. അവൾ വിഷമത്തോടെ അവിടുന്ന് പോകുന്നു. അവൾ പോകുന്നത് അനിഷ്ടത്തോടെ അയാൾ നോക്കി നിൽക്കുന്നു. സുലൈമാൻ ഇബ്രാഹിമിനെ വിളിപ്പിക്കുന്നു. ഇബ്രാഹിം വരുമ്പോൾ മാഹിദേവരാൻ അവിടുന്ന് പോകുന്നത് കാണുന്നുണ്ട്. ഇബ്രാഹിം അവരെ സംശയത്തോടെ നോക്കിയിട്ട് കുമ്പിട്ട് വണങ്ങിയിട്ട് സുലൈമാൻ്റെ ചേംബറിലേക്ക് കയറി ചെല്ലുന്നു. ഇൻകാരം, ഇബ്രാഹിം കുമ്പിട്ടുകൊണ്ട് വിളിക്കുന്നു. നീയല്ലേ എൻ്റെ അടുത്ത സഹായി? എൻ്റെ ജീവനടക്കം ഞാൻ നിന്നെയല്ലേ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത്? സുലൈമാൻ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു. എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ? ഇബ്രാഹിം സംശയിച്ചുകൊണ്ട് ചോദിക്കുന്നു. അധികാരത്തിൻ്റെ ഏറ്റവും ഉന്നതമായ 4 സീലുകളിലൊന്ന് ഞാൻ നിനക്കല്ലേ തന്നിരിക്കുന്നത്? നീ അറിയാതെ എൻ്റെ റൂമിലേക്ക് ഒരാൾ എങ്ങനെയാണ് പ്രവേശിച്ചത്? അലക്സാന്ദ്രയെ ഒരുക്കിക്കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞേൽപ്പിച്ചിരുന്നു, ഇബ്രാഹിം പറഞ്ഞു. എന്നിട്ട് എങ്ങനെയാണ് ഇവിടെ മാഹിദേവരാൻ വന്നത്? ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് നിൻ്റെ കഴിവുകേടായി ഞാൻ കരുതും, ഇബ്രാഹിം ഒന്നും മിണ്ടാതെ സുൽത്താൻ സുലൈമാനെ തന്നെ നോക്കി നിന്നു. നീ പൊക്കോ. മാഹിദേവരാൻ സുൽത്താന വാലിദ സുൽത്താനയോട് അവരുടെ ചേംബറിൽ പോയി നന്ദി പറയുന്നു. ഇനി നിൻ്റെ മുഖം വിഷമിച്ച് കാണരുത്, അവർ അവളോട് പറയുന്നു. ഇബ്രാഹിം സുലൈമാൻ്റെ ചേംബറിൽ വന്ന് പറയുന്നു, ഗ്രാൻഡ് വിസിയർ പീരി മെഹമ്മദ് പാഷ അങ്ങയെ കാണാൻ വന്നിരിക്കുന്നു. സുലൈമാൻ അയാളോട് വന്നോളാൻ പറയുന്നു. പീരി പാഷ വന്ന് കുമ്പിട്ടിട്ട് പറയുന്നു, സിറിയയിൽ നിന്നും വളരെ വിഷമകരമായൊരു വാർത്ത വന്നിട്ടുണ്ട്. അവിടുത്തെ ഗവർണർ ക്യാൻബർലി ഗസേലി നമുക്കെതിരെ ഒരു കലാപം തുടങ്ങിയിരിക്കുന്നു. ഈജിപ്തിലെ രാജാവുമായും അറബ് ലോഡ്സുമായും അയാൾ സഖ്യം ചേർന്ന് നമുക്കെതിരെ വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കൗൺസിൽ മീറ്റിംഗ് വിളിക്കും, സുലൈമാൻ എഴുന്നേറ്റുകൊണ്ട് പറയുന്നു. പീരി പാഷ അവിടെ നിന്നും പോകുന്നു. ഇബ്രാഹിം സംശയിച്ചുകൊണ്ട് ചോദിക്കുന്നു, നമ്മുടെ കയ്യിലുള്ള റിപ്പോർട്ട് കൗൺസിലിൽ വിതരണം ചെയ്യണോ? ആ, അത് കൊടുക്കാം. നല്ല ഐഡിയ ഇബ്രാഹിം, സുലൈമാൻ പറഞ്ഞു. ബാക്കി എല്ലാ പെൺകുട്ടികളും ഉറങ്ങുമ്പോൾ അലക്സാന്ദ്ര മാത്രം അവിടെ ഉറങ്ങാതിരിക്കുകയായിരുന്നു. തലേ ദിവസം പില്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞ് അത് പൊട്ടി അവിടെ മുഴുവൻ പഞ്ഞി പരന്നിരുന്നു. രാവിലെ നിഗാർ കാഫ അവരെ വഴക്ക് പറയുന്നു. ഇവിടെയൊക്കെ വൃത്തിയാക്കാതെ ആർക്കും പച്ചവെള്ളം പോലും തരില്ല എന്ന് പറഞ്ഞ് അവരെ എഴുന്നേൽപ്പിക്കുന്നു. വഴക്ക് കേട്ടതിൽ എല്ലാവർക്കും അലക്സാന്ദ്രയോടായിരുന്നു ദേഷ്യം. അതിനു വേണ്ട ബക്കറ്റും വെള്ളവുമായി വരുന്ന അലക്സാന്ദ്രയെ സുൽത്താൻ സുലൈമാൻ കാണുന്നു. അവളെ കണ്ട അയാൾ ഒരു നിമിഷം അവിടെ നിന്ന ശേഷം പോകുന്നു. അവളും അയാളെ തിരിഞ്ഞു നോക്കുന്നു. സുൽത്താൻ സുലൈമാൻ വാലിദ ഹഫ്സ സുൽത്താനയുടെ ചേംബറിൽ ചെല്ലുമ്പോൾ അവിടെ ദായ ഹാത്തുമും കുറച്ച് പരിചാരകരും ഉണ്ടായിരുന്നു. സുലൈമാൻ അവരെ ഹഗ് ചെയ്തിട്ട് എനിക്ക് അമ്മയോട് തനിച്ച് സംസാരിക്കണം എന്ന് പറയുന്നു. അവരോടെല്ലാവരോടും പുറത്തേക്ക് പൊക്കോളാൻ പറയുന്നു. അമ്മ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിലോ എൻ്റെ ഇഷ്ടങ്ങളിലോ ആവശ്യമില്ലാതെ ഇടപെടാൻ ഞാൻ അമ്മയെ അനുവദിക്കില്ല. നിനക്ക് എന്നോട് ഇത്രയും ദേഷ്യം തോന്നാനും വേണ്ടും ഞാൻ എന്താണ് ചെയ്തത്? നിൻ്റെ ആരോഗ്യത്തിനും വിജയത്തിനും വേണ്ടി മാത്രമാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അമ്മയ്ക്ക് നന്നായി അറിയാം ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. എന്നെ ആവശ്യമില്ലാതെ നിയന്ത്രിക്കാൻ വന്നാൽ അവർ തീർച്ചയായും അതിൻ്റെ ശിക്ഷ അനുഭവിക്കും. ഓർമ്മയിരിക്കട്ടെ.
എന്ന് പറഞ്ഞ് സുലൈമാൻ മുറിക്ക് പുറത്തേക്ക് പോകുന്നു. ദായ ഹാത്തുമും പരിചാരകരും അവിടെ നിൽപ്പുണ്ടായിരുന്നു. സുൽത്താൻ സുലൈമാനെ കണ്ടപ്പോൾ അവർ തലകുനിച്ചു നിന്നു. വാലിദ സുൽത്താന അവരോട് മാഹി ദേവരാനെ വിളിക്കാൻ പറയുന്നു. മാഹി ദേവരാൻ മുസ്തഫയെ സ്കൂളിൽ വിടാൻ ഒരുക്കുകയായിരുന്നു. എനിക്ക് സ്കൂളിൽ പോകണ്ട, കളിക്കാൻ പോയാൽ മതി, മുസ്തഫ പറയുന്നു. അത് പറ്റില്ല, സ്കൂളിൽ പോയേ പറ്റൂ, വാശി പിടിക്കണ്ട. ഞാൻ സ്കൂളിൽ പോവില്ല, ഞാൻ ബാബയുടെ അടുത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് മുസ്തഫ അവിടുന്ന് ഇറങ്ങി ഓടുന്നു. മുസ്തഫയുടെ പിറകെ ഓടി വന്ന മാഹിദേവരാൻ സുൽത്താനയോട് ദായ ഹാത്തും വന്ന് വാലിദ സുൽത്താനെ വിളിക്കുന്നു എന്ന് പറയുന്നു. കൗൺസിൽ മീറ്റിങ്ങിൽ ഇബ്രാഹിം പാഷമാർക്ക് റിപ്പോർട്ട് വിതരണം ചെയ്യുന്നു. സുൽത്താൻ സുലൈമാൻ അവരോട് പറയുന്നു, ഇത് ഞാൻ മനിസയിലായിരുന്നപ്പോൾ ഉണ്ടാക്കിയ റിപ്പോർട്ടാണ്. എൻ്റെ പിതാവിനെ ഇത് കാണിക്കാൻ സാധിച്ചിരുന്നില്ല. ദമാസ്കസ് ഗവർണർ കാൻബർലി ഗസേലി ഒരു വഞ്ചകനാണ്. അയാൾ നമ്മുടെ ശത്രുരാജ്യങ്ങളുമായി ചേർന്ന് ഓട്ടോമാൻ എംപയറിനെതിരെ കലാപം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ട് ഇബ്രാഹിം വായിക്കുന്നു. അഹമ്മദ് പാഷ ഇബ്രാഹിമിൻ്റെ സാന്നിധ്യം ഇഷ്ടപ്പെടാത്തതുപോലെ മറ്റു പാഷമാരോട് അടക്കി പിടിച്ച് പറയുന്നു. ഈ പാർകളി ഇബ്രാഹിം ഉണ്ടാക്കിയ റിപ്പോർട്ട് എന്തിനാണ് നമ്മൾ കേൾക്കുന്നത്? അത് കേട്ട ഇബ്രാഹിം അഹമ്മദ് പാഷയെ നോക്കുന്നു. സുൽത്താൻ സുലൈമാൻ അത് കേൾക്കുന്നില്ല. അപ്പോഴേക്കും മുസ്തഫ പുറത്തു വന്ന് ബാബയെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. ഇബ്രാഹിം ഇറങ്ങിച്ചെന്ന് അവനെ സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് ജനലിലൂടെ സുൽത്താൻ സുലൈമാനെ കാണിച്ചു കൊടുത്തിട്ട് ബാബ തിരക്കാണെന്ന് പറയുന്നു. മുസ്തഫ സുലൈമാനെ തന്നെ നോക്കി സങ്കടത്തോടെ നിൽക്കുന്നു. വാലിദ സുൽത്താനയുടെ അടുത്തേക്കെത്തിയ മാഹിദേവരാൻ അവരോട് പറയുന്നു, ഞാൻ സുൽത്താൻ സുലൈമാനോട് പറഞ്ഞിട്ടില്ല വാലിദയാണ് എന്നെ അങ്ങോട്ടേക്ക് അയച്ചതെന്ന്. പിന്നെ അവനെങ്ങനെയാണ് എന്നോട് ഇത്രയും ദേഷ്യം വന്നത്? ഞാൻ മുസ്തഫയ്ക്ക് അങ്ങയെ ഭയങ്കരമായി മിസ് ചെയ്യുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, അവനിപ്പോൾ മനിസയിലെ ഷേസാദ അല്ല, ഈ ലോകം ഭരിക്കുന്ന ബാദിഷയാണ്. ഇത് കേട്ടപ്പോൾ മാഹിദേവരാൻ ഒന്നും മിണ്ടാതെ വിഷമത്തോടെ തല താഴ്ത്തി നിൽക്കുന്നു. റൂം ക്ലീൻ ചെയ്യുകയായിരുന്ന അലക്സാന്ദ്രയോട് നന്നായി ക്ലീൻ ചെയ്യാൻ നിഗാർ കാഫ വന്ന് പറയുന്നു. അവളത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവിടെ നിന്ന് ചെയ്യുന്നു. എന്നിട്ട് മരിയയോട് പറയുന്നു, ഇന്നലെ എന്നോട് ചെയ്തതിന് ഞാൻ സുൽത്താൻ സുലൈമാനോട് പകരം വീട്ടും. അയാളെ ഞാൻ എൻ്റെ അടിമയാക്കി മാറ്റും. ഒന്ന് പതുക്കെ പറ അലക്സ്, ആരെങ്കിലും കേൾക്കും, മരിയ പറയുന്നു. കൗൺസിൽ മീറ്റിങ്ങിൽ സുൽത്താൻ സുലൈമാൻ പാഷമാർക്ക് ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ഫർഹദ് പാഷയോട് പറയുന്നു, സോൾജേഴ്സിനെ തയ്യാറാക്കി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറപ്പെടണം. കരമാൻ പ്രോവിൻസിൽ നിന്നും ദുൽഖാദർ പ്രോവിൻസിൽ നിന്നും സപ്പോർട്ട് ചോദിച്ചു. ഫർഹദ് പാഷ പറയുന്നു, കാൻബർലി ഗസേലിയുടെ തല വെട്ടിക്കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ തല അങ്ങേക്ക് തരും. അഹമ്മദ് പാഷ പറയുന്നു, ഹംഗേറിയൻ കിങ് ലൂയിസ് രണ്ടാമൻ മാസങ്ങളായി ടാക്സ് പേ ചെയ്തിട്ട്. സുലൈമാൻ ചോദിക്കുന്നു, അവരുമായൊരു പോരാട്ടം വേണ്ടി വരുമെന്നാണോ പറയുന്നത്? പീരിപ്പാഷ പറയുന്നു, ഇൻകാരം ടാക്സ് പേ ചെയ്യാൻ പറഞ്ഞ് സന്ദേശവുമായി അവിടേക്കൊരു ദൂതനെ അയക്കാം. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അതാവും നല്ലത്. ഒരു പൊളിറ്റിക്കൽ ഡിപ്ലോമസിയാണോ പീരിപ്പാഷ ഉദ്ദേശിക്കുന്നത്? സുൽത്താൻ സുലൈമാൻ ചോദിച്ചു. പീരിപ്പാഷ പ്രത്യേകിച്ചൊന്നും പറയാതെ നിന്നപ്പോൾ സുൽത്താൻ പറയുന്നു, ആദ്യം സമാധാനപരമായി അവരോട് പറയാം, എന്നിട്ടും കേട്ടില്ലെങ്കിൽ ആക്രമണത്തിലൂടെയും അവരെ അനുസരിപ്പിക്കും. വത്തിക്കാൻ പാലസിൽ പോപ്പ് പുതിയ ഓട്ടോമാൻ സുൽത്താൻ സുലൈമാനെക്കുറിച്ച് സംസാരിക്കുന്നു. സുൽത്താൻ വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. 600 ഈജിപ്ഷ്യൻ കുടുംബങ്ങളെ മോചിപ്പിച്ചു. അഴിമതിക്ക് പിടിക്കപ്പെട്ട ഒരു കമാൻഡറെ വിചാരണ ചെയ്ത് കൊലപ്പെടുത്തി. മറ്റൊരാൾ പോപ്പിനോട് പറയുന്നു, എന്തായാലും ഇപ്പോൾ അവിടെ ഒരു കലാപം നടക്കാൻ പോകുന്നുണ്ട്. സിറിയൻ ഗവർണർ അറേബ്യൻസുമായി ചേർന്ന് സിറിയ സ്വതന്ത്രമാക്കാനുള്ള ശ്രമത്തിലാണ്. പോപ്പ് പറയുന്നു, അതെന്തായാലും നന്നായി. ഈസ്റ്റിൽ ഒരു കലാപം നടക്കുമ്പോൾ അവർ വെസ്റ്റിലേക്ക് അധികം ശ്രദ്ധിക്കില്ല. അറേബ്യൻസിന് വേണ്ട എല്ലാ സപ്പോർട്ടും നമുക്ക് കൊടുക്കാം. ട്യൂഷൻ ടീച്ചറുടെ അടുത്തിരുന്ന് പഠിക്കാൻ മടി കാണിച്ച ഷേസാദ് മുസ്തഫയെ ഇബ്രാഹിം എഴുതാൻ പഠിപ്പിക്കുകയായിരുന്നു. എനിക്ക് പഠിക്കണ്ട, ഗാർഡനിൽ പോയി വാൾപ്പയറ്റ് കളിക്കാം, മുസ്തഫ പറയുന്നു. നമുക്ക് കളിക്കാം, പക്ഷേ ആദ്യം കാണിച്ചു തന്ന പോലെ എഴുതാൻ പഠിക്കൂ. ഞാൻ ബാദിഷയാവാൻ പോകുന്ന ആളല്ലേ, ഞാൻ എന്തിനാ ഇതൊക്കെ എഴുതാനും വായിക്കാനും പഠിക്കുന്നേ? അതിനുവേണ്ടി തന്നെയാണ് എഴുതാനും വായിക്കാനും പഠിക്കേണ്ടത്. മറ്റുള്ളവർക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ ബാദിഷ അറിയണം, എന്നാലേ ഭാവിയിൽ തെറ്റുകൾ വരുത്താതിരിക്കൂ, ഇബ്രാഹിം പറയുന്നു. അപ്പോഴേക്കും സുൽത്താൻ സുലൈമാൻ അവിടേക്ക് വരുന്നു. ഷേസാദ് മുസ്തഫ അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറയുന്നു, ബാബാ എന്നെ രക്ഷിക്കൂ. സുൽത്താൻ മുസ്തഫയെ എടുത്തിട്ട് ചോദിക്കുന്നു, ഇന്ന് പഠിക്കാനുള്ളതൊക്കെ ഫിനിഷ് ചെയ്തോ? ഇബ്രാഹിം പറയുന്നു, മുസ്തഫ ചോദിക്കുക, ഞാൻ ബാദിഷ ആവാൻ പോകുന്ന ആളല്ലേ, പിന്നെ ഇതൊക്കെ എന്തിനാ പഠിക്കുന്നതെന്ന്. സുലൈമാൻ മുസ്തഫയോട് പറയുന്നു, ഒരു പക്ഷെ നീ ബാദിഷ ആയില്ലെങ്കിലും നിനക്കിതൊക്കെ പഠിക്കണം.
ഞാൻ ബാദുഷയാവും, മുസ്തഫ പറയുന്നു. സുലൈമാൻ കളിയായി പറയുന്നു. ഗാർഡ്സ്, ഷehസാദ് മുസ്തഫയെ പിടിച്ചുകൊണ്ടുപോയി ശിക്ഷിക്കൂ, അവൻ്റെ തല വെട്ടൂ എന്ന് പറഞ്ഞ് അവനെ നോക്കി ചിരിക്കുന്നു. പെട്ടെന്ന് സുൽത്താൻ സുലൈമാൻ്റെ മുഖം മാറുന്നു. വിഷമത്തോടെ മുസ്തഫയെ നോക്കുന്നു. അത് കണ്ട് ഇബ്രാഹിമിൻ്റെയും മുഖം മാറുന്നു. സുലൈമാൻ മുസ്തഫയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. എന്നിട്ട് ഇബ്രാഹിമിനെ നോക്കുന്നു. പീരി പാഷ ഹംഗേറിയൻ കിങ് ലൂയിസ് രണ്ടാമന് കൊടുക്കാനുള്ള മെസ്സേജ് സീല് വെച്ച് ദൂതനെ ഏൽപ്പിക്കുന്നു. തരാനുള്ള ടാക്സ്, കുടിശ്ശിക അടക്കം എത്രയും പെട്ടെന്ന് തരണം എന്നതായിരുന്നു സന്ദേശം. ഷehസാദ് മുസ്തഫ ഒരു മരത്തിൻ്റെ വാളുകൊണ്ട് അവിടെയുള്ള ഗാർഡ്സിനെയൊക്കെ കൊല്ലുന്നത് പോലെ കളിക്കുന്നു. സുൽത്താൻ സുലൈമാൻ ചോദിക്കുന്നു, എൻ്റെ ഗാർഡ്സിനെയൊക്കെ കൊന്നാൽ പിന്നെ എന്നെ ആര് പ്രൊട്ടക്റ്റ് ചെയ്യും? ഞാൻ, മുസ്തഫ പറയുന്നു. ഇത് കേട്ട് സുൽത്താൻ സുലൈമാനും ഇബ്രാഹിമും ചിരിക്കുന്നു. ഇബ്രാഹിം സുലൈമാനോട് പറയുന്നു, അവൻ ശരിക്കും ഒരു സിംഹക്കുട്ടി തന്നെയാണ്. എന്ത് നന്നായാണ് അവൻ വാൾപ്പയറ്റ് ചെയ്യുന്നത്. സുലൈമാൻ പറയുന്നു, നീയല്ലേ അവനെ വാൾപ്പയറ്റ് പഠിപ്പിക്കുന്നത്? അവനെ അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് വിട്ടേക്ക്, എനിക്ക് കുറച്ചു നേരം റെസ്റ്റ് എടുക്കണം. സുൽത്താൻ സുലൈമാൻ അത് പറഞ്ഞിട്ട് പോകാൻ ഒരുങ്ങുന്നു. ഇബ്രാഹിം ചോദിക്കുന്നു, ഇന്ന് രാത്രി വിടാനുള്ള പെൺകുട്ടിയെ ഒരുക്കി നിർത്താൻ ഞാൻ സുംബുലിനോട് പറയട്ടെ? സുൽത്താൻ സുലൈമാൻ ഇബ്രാഹിമിനെ ഒന്ന് നോക്കിയിട്ട് ശരിയെന്ന് പറയുന്നു. റൂം ക്ലീൻ ചെയ്യുകയായിരുന്ന അലക്സാന്ദ്ര എനിക്ക് മതിയായി എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അവിടെ ഇരിക്കുന്നു. മരിയയും കൂടെ വന്നിരിക്കുന്നു. അലക്സാന്ദ്ര മരിയയോട് പറയുന്നു, അന്ന് ആ സ്ത്രീ എന്നെ റൂമിലേക്ക് വിളിപ്പിച്ചത് എന്നെ കാണാനാണ്. അവർക്ക് പേടിയുണ്ട് ഞാൻ അവരുടെ ഭർത്താവിനെ തട്ടിയെടുക്കുമോ എന്ന്. തീർച്ചയായും ഞാൻ അയാളെ സ്വന്തമാക്കിയിരിക്കും. ഇങ്ങനെ ഭ്രാന്ത് പറയല്ലേ അലക്സ്, മരിയ പറഞ്ഞു. അവർ സുൽത്താൻ്റെ ഭാര്യയാണ്. സുൽത്താൻ ഒരു ആൺകുട്ടിയെ കൊടുത്ത സ്ത്രീ. ഞാനും കൊടുക്കും ആൺകുട്ടിയെ, അലക്സാന്ദ്ര പറയുന്നു. അപ്പോഴേക്കും നിഗാർ കാഫ വരുന്നു. അവരെ കണ്ട് അലക്സാന്ദ്ര എണീറ്റു. ഫ്ലോർ ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരെ നോക്കുന്നു. വേഗം ബാത്റൂമിൽ പോയി കുളിച്ചിട്ട് വാ, ഇന്ന് വൈകിട്ട് സുൽത്താൻ സുലൈമാൻ്റെ ചേംബറിൽ പോകണം, നിഗാർ കാഫ പറഞ്ഞു. അലക്സാന്ദ്ര അവരെ നോക്കി ചിരിച്ചു. മരിയയും ചിരിച്ചു. അവിടെ ഉണ്ടായിരുന്ന മറ്റ് സ്ത്രീകൾ അവളെ അസൂയയോടെ നോക്കി നിൽക്കുന്നു. കുളിക്കുന്ന സമയത്ത് മറ്റ് സ്ത്രീകൾ അവളോട് പറയുന്നു, വെറുതെ തേച്ചൊരച്ച് സമയം കളയണ്ട, അവിടെ വരെ ചെന്നിട്ട് അതുപോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ളതാ. മാഹിദേവ്രാൻ സുൽത്താനെ പോലെ ഇത്രയും സുന്ദരിയായൊരു ഭാര്യയുള്ളപ്പോൾ സുൽത്താൻ സുലൈമാൻ എന്തിനാ നിന്നെ നോക്കുന്നത്? അലക്സാന്ദ്ര അവർ പറയുന്നത് കേൾക്കാത്ത പോലെ ചിരിച്ചുകൊണ്ട് മൂളിപ്പാട്ടും പാടിയിരിക്കുന്നു. സുൽത്താൻ സുലൈമാനും ബാൽക്കണിയിൽ നിന്നും അലക്സാന്ദ്രയെ ഓർക്കുകയായിരുന്നു. അലക്സാന്ദ്രയെ ഒരുക്കുന്നതിനിടയിൽ നിഗാർ പറഞ്ഞു കൊടുക്കുന്നു, ഏറ്റവും ബഹുമാനത്തോടെയും മാന്യമായും വേണം സുൽത്താനോട് പെരുമാറാൻ. അദ്ദേഹത്തെ സന്തോഷിപ്പിക്കണം, എന്നാൽ നിനക്ക് നിറയെ സമ്മാനങ്ങൾ കിട്ടും. പിന്നെ എല്ലാ വ്യാഴാഴ്ചയും സുൽത്താൻ മാഹിദേവ്രാൻ സുൽത്താനോടൊപ്പമായിരിക്കും. അതാണ് ആചാരം. വ്യാഴവും വെള്ളിയും പുണ്യദിനങ്ങളായി കണക്കാക്കുന്നു. അന്ന് ഗർഭിണിയായാൽ ഭാഗ്യമുള്ള കുട്ടികളുണ്ടാവും എന്നാണ് വിശ്വാസം. ഇത് കേട്ട് അവൾ ആലോചിച്ചു നിൽക്കുന്നു. ഹെറത്തിൽ പാർട്ടി നടക്കുകയായിരുന്നു. മാഹിദേവ്രാൻ സുൽത്താനോട് അവരുടെ തോഴി ഗുൽഷ ചോദിക്കുന്നു, ഗുൽഫാം ഹാത്തും റോയൽ ഫാമിലിയിൽ പെട്ടതാണോ? അവരാണ് സുൽത്താൻ സുലൈമാൻ്റെ ഫസ്റ്റ് വുമൺ. അവർ സുൽത്താൻ്റെ ഒരു ആൺകുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു. പക്ഷേ ആ കുട്ടി മരിച്ചുപോയി. പിന്നെ ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നു. വാലിദ സുൽത്താനയ്ക്കും ഹതീജ സുൽത്താനയ്ക്കും അവരെ വലിയ ഇഷ്ടമാണ്. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ വാലിദ സുൽത്താന ദായ ഹാത്തുമിനോട് പറയുന്നു, സുൽത്താൻ സുലൈമാനെ കൂടി ഇങ്ങോട്ടേക്ക് വിളിക്കാമായിരുന്നു. സുൽത്താൻ സുലൈമാൻ അദ്ദേഹത്തിൻ്റെ ചേംബറിലാണ്. അലക്സാന്ദ്രയെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്, ദായ ഹാത്തും പറയുന്നു. ഇത് കേട്ട വാലിദ സുൽത്താനയും മാഹിദേവ്രാൻ സുൽത്താനയും അസ്വസ്ഥരായി. അലക്സാന്ദ്ര പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് പോകാനൊരുങ്ങുന്നു. അവൾ വളരെ നെർവസ് ആയത് കണ്ട് നിഗാർ അവളെ ആശ്വസിപ്പിക്കുന്നു. സുൽത്താൻ സുലൈമാനും നെർവസ് ആയിരുന്നു. അലക്സാന്ദ്ര സുൽത്താൻ്റെ ചേംബറിൽ കയറി തല കുമ്പിട്ട് നിൽക്കുന്നു. പുറം തിരിഞ്ഞു നിന്നിരുന്ന സുലൈമാൻ തിരിഞ്ഞ് അവളെ നോക്കുന്നു. അവൾ അടുത്തു വന്ന് അയാളുടെ വസ്ത്രത്തിൽ ബഹുമാന സൂചകമായി മുത്തം കൊടുക്കുന്നു. സുലൈമാൻ അവളുടെ തല ഉയർത്തി നോക്കുന്നു. എണീറ്റ് നിന്ന് അയാളെ നോക്കി അലക്സാന്ദ്ര പെട്ടെന്ന് തല കറങ്ങി വീഴുന്നു. സുൽത്താൻ സുലൈമാൻ അവളെ പിടിച്ച് ബെഡിൽ കിടത്തിയിട്ട് തട്ടി വിളിക്കുന്നു. അവൾ കണ്ണു തുറന്നപ്പോൾ ഡോക്ടറെ വിളിക്കാമെന്ന് പറഞ്ഞ് സുലൈമാൻ എണീക്കാൻ തുടങ്ങുമ്പോൾ അവൾ വേണ്ട എന്ന് പറഞ്ഞ് അയാളെ തടയുന്നു. പെട്ടെന്ന് നെർവസ് ആയിപ്പോയി, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് അയാളെ നോക്കി ചിരിക്കുന്നു. അയാളും ചിരിച്ചുകൊണ്ട് അവളെ കിസ് ചെയ്യുന്നു. മാഹിദേവ്രാൻ സുൽത്താന അസ്വസ്ഥതയോടെ അവരുടെ ചേംബറിൽ നടക്കുകയായിരുന്നു. ഇബ്രാഹിം ബാൽക്കണിയിൽ നിന്നും വയലിൻ വായിക്കുന്നുണ്ടായിരുന്നു.
ഇത് കേട്ട് ഹദീജ സുൽത്താന അവരുടെ ബാൽക്കണിയിൽ നിന്നും ഇബ്രാഹിമിനെ നോക്കുന്നു. സുൽത്താൻ സുലൈമാനും അലക്സാന്ദ്രയും അവരുടെ സ്വകാര്യ നിമിഷങ്ങൾക്ക് ശേഷം സ്നേഹത്തോടെ സംസാരിക്കുകയായിരുന്നു. അലക്സാന്ദ്ര, സുലൈമാൻ വിളിക്കുന്നു. ഞാൻ അങ്ങയുടെ അടിമപ്പെണ്ണ് അലക്സാന്ദ്ര എന്ന് പറഞ്ഞ് അവൾ അയാളുടെ നെഞ്ചിലേക്ക് കിടന്നു. വയലിൻ വായിക്കുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്, അലക്സാന്ദ്ര പറഞ്ഞു. അത് ഇബ്രാഹിമാണ് വായിക്കുന്നത്. ആരാണ് ഇബ്രാഹിം? ഇബ്രാഹിമാണ് എൻ്റെ പ്രധാന സഹായി. 7 വർഷമായി എൻ്റെ കൂടെ തന്നെ ഉണ്ട്. എൻ്റെ സന്തോഷത്തിലും അഭിമാന നിമിഷങ്ങളിലും എല്ലാം എന്നോടൊപ്പം തന്നെ, എൻ്റെ മകനോടൊപ്പവും ഉണ്ട്. എനിക്കും അങ്ങനെ ആവണം. എനിക്ക് നിങ്ങളുടെ എല്ലാം ആവണം. കാമുകി, കൂട്ടുകാരി, സഹായി, അങ്ങനെയെല്ലാം, അലക്സാന്ദ്ര പറഞ്ഞു. അപ്പോൾ നിനക്ക് ഇബ്രാഹിമിനോട് അസൂയയാണോ? അതെ, അവൾ ചിരിക്കുന്നു. സുലൈമാൻ അവളെ കെട്ടിപ്പിടിച്ചു. രാവിലെ അവൾ എണീറ്റ് സുലൈമാൻ്റെ ചേമ്പർ മുഴുവനായെന്ന് നോക്കുന്നു. സുലൈമാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മരതക മോതിരം കണ്ട് നോക്കാൻ പോകുമ്പോഴേക്കും അയാൾ എണീറ്റ് അവളെ വിളിക്കുന്നു. അടുക്കളയിൽ അവർക്ക് വേണ്ട രുചികരമായ ഭക്ഷണം ഒരുക്കുകയായിരുന്നു. സുംബുൽ അത് പരിശോധിച്ച് സുലൈമാൻ്റെ ചേമ്പറിലേക്ക് കൊണ്ടുപോയി. രാവിലെ എണീറ്റ ഹെറത്തിലെ പെണ്ണുങ്ങൾ അലക്സാന്ദ്രയെ അവിടെ കാണാത്തത് കാണുമ്പോൾ മരിയയോട് ചോദിക്കുന്നു. അവൾ ഇപ്പോഴും സുൽത്താൻ്റെ കൂടെയാണ്, മരിയ പറഞ്ഞു. പിന്നെ അവളുടെ സ്വഭാവം കൊണ്ട് സുൽത്താൻ അവളെ തലവെട്ടി കൊന്നു കാണും, അതിലൊരു പെണ്ണ് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, അവൾ ദൈവം കാക്കും, മരിയ പറഞ്ഞു. അപ്പോഴേക്കും നിഗാർ കാഫ വന്ന് അവരോട് എഴുന്നേറ്റ് ബെഡ് നീറ്റാക്കിയിട്ട ശേഷം ക്ലാസ്സിൽ പോകാൻ റെഡിയാവാൻ പറയുന്നു. അലക്സാന്ദ്ര വന്നില്ലല്ലോ, ഒരു പെണ്ണ് ചോദിച്ചു. അതൊന്നും നിങ്ങൾ നോക്കണ്ട, നിഗാർ കാഫ പറയുന്നു. ഇതേ സമയം സുൽത്താൻ സുലൈമാൻ്റെ ചേംബറിൽ അവർ രണ്ടുപേരും ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു. സുൽത്താൻ കൂടുതൽ സന്തോഷവാനായിരുന്നു. അയാൾ അവളെ സ്നേഹത്തോടെ കിസ് ചെയ്തു. രാവിലെ എത്തിയ ഇബ്രാഹിം ഇപ്പോഴും സുലൈമാനോടൊപ്പം അലക്സാന്ദ്ര ഉണ്ടെന്നറിഞ്ഞ് തിരികെ പോകുന്നു. മാഹിദേവറാൻ സുൽത്താൻ വാലിദ സുൽത്താനയോടും ഹദീജ സുൽത്താനയോടും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. അവൾ വിഷമിച്ചിരിക്കുന്നത് കണ്ട വാലിദ സുൽത്താന ചോദിക്കുന്നു. മാഹിദേവറാൻ, എന്താ ഒന്നും കഴിക്കുന്നുമില്ല, മിണ്ടുന്നുമില്ല, എന്തെങ്കിലും വയ്യായികയുണ്ടോ? ഫിസിഷ്യനെ വിളിക്കണോ? എൻ്റെ വിഷമം മാറ്റാൻ ഏതെങ്കിലും ഫിസിഷ്യനെ കൊണ്ട് കഴിയുമോ? വിഷമിക്കേണ്ട, ഇന്ന് വ്യാഴാഴ്ചയല്ലേ, ഇന്ന് നിനക്ക് സുലൈമാനോടൊപ്പം കഴിയാമല്ലോ, സന്തോഷമായിരിക്കെ. അലക്സാന്ദ്ര അവിടെ ഇരുന്ന മോതിരം എടുത്ത് നോക്കുന്നു. അത് ഞാനുണ്ടാക്കിയതാണ്, എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട്, ഇത് ഏത് പെണ്ണിന് കൊടുക്കാനാ? അലക്സാന്ദ്ര ചോദിച്ചു. അയാൾ ഒന്നും മിണ്ടാതെ കണ്ണാടിയിൽ നോക്കി ചിരിച്ചുകൊണ്ട് ഡ്രസ്സ് നേരെയാക്കിയിട്ടു. അവൾ ആ മോതിരം അവിടെ തിരികെ വെച്ചു. എന്നിട്ട് അയാളെ കെട്ടിപ്പിടിച്ച് കണ്ണാടിയിലേക്ക് നോക്കി നിന്നു. അവർ വീണ്ടും റൊമാൻറ്റിക് ആയിരിക്കുന്നു.